ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇതൊരു ഗോദ്റേജിൻ്റെ KFR മോഡൽ PCB ആണ്. കസ്റ്റമർ കംപ്ലൈൻ്റ് ആണ് കൊണ്ടുവന്നത്. എന്താണ് കംപ്ലൈൻറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ എല്ലാ വയറുകളും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാൻ മോട്ടർ മാത്രമേ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ കംപ്രസർ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കപ്പാസിറ്റർ വരുന്ന മോഡലാണ്. IGBTക്ക് പകരം കപ്പാസിറ്റർ വെച്ചിട്ടുള്ള PFC ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. നമുക്കിത് ഓണാക്കിയിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഞാൻ പവർ ഓണാക്കുകയാണ്. ഓണാക്കിയിട്ട് നമുക്ക് നോക്കാം. ഓണാക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ വന്നു. നമുക്ക് ഇത് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത് നോക്കാം എന്താണ് ഇത് കംപ്ലൈൻറ്റ് കാണിക്കുന്നതെന്ന്. ഓണായിട്ടുണ്ട്. ഫാനില്ലെങ്കിലും ആദ്യം ഒരു സ്റ്റാർട്ടിങ് കംപ്രസറിനൊരു കൊടുക്കും. നമുക്കത് എന്താണ് ഇതിൻ്റെ കാണിക്കുന്നത് നോക്കാം. കംപ്രസർ സ്റ്റാർട്ടായിട്ടില്ല. P0 എന്ന എററാണ് ആദ്യം വന്നത്. ഫാൻ മോട്ടർ കൊടുക്കാത്തതുകൊണ്ട് E3 എന്നുള്ള എററും കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്കത് P0 എന്തിൻ്റെ എററാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. P0 എന്ന് പറയുന്നത് IPM മാൽ ഫങ്ഷൻ എന്നുള്ള എററാണ്. അപ്പോൾ നമുക്ക് ഹീറ്റ് സിങ്കൊക്കെ അഴിച്ച് IPMൻ്റെ സെക്ഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം കണക്ഷൻസ് എല്ലാം ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹീറ്റ് സിങ്ക് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഹീറ്റ് സിങ്കൊക്കെ അഴിക്കാം നമുക്ക് ആദ്യം. മീറ്റർ നമുക്ക് ഡയോഡ് മോഡിൽ വെച്ചിട്ട് ഇതിൻ്റെ ചുവന്ന പ്രോബ് നെഗറ്റീവിൽ വെക്കാം. ബോർഡിൻ്റെ നെഗറ്റീവിൽ വെച്ചിട്ട് UVWയുടെ ഡയോഡ് റീഡിങ് ചെക്ക് ചെയ്ത് നോക്കാം. ചുവന്ന പ്രോബ് നെഗറ്റീവിൽ വെക്കാം. എന്നിട്ട് UVWയുടെ ആദ്യത്തെ ഫേസിൻ്റെ ഡയോഡ് റീഡിങ് നോക്കാം. അത് കിട്ടുന്നത് 486 ആണ് കിട്ടുന്നത്. അടുത്തത് 493 ആണ് കിട്ടുന്നത്. അടുത്തതും 493 ആണ് കിട്ടുന്നത്. പക്ഷെ ആദ്യത്തേത് 486 ആണ്. അവിടെ ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ട്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കി രണ്ടും കിട്ടുന്നത് 493 ആണ്. പോസിറ്റീവിൽ നിന്നും നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഡയോഡ് റീഡിങ് എന്താണ് കാണുന്നത്. 493 ഫസ്റ്റത്തെ കിട്ടുന്നത്. മൂന്നും കറക്റ്റായി 493 കിട്ടുന്നുണ്ട്. അത് പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. നെഗറ്റീവിൽ നിന്നാണ് നമുക്കത് പ്രശ്നം കാണിക്കുന്നത്. ഒരു ഫേസ് മാത്രം റീഡിങ് വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഹൈ സൈഡ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഇനി ലോ സൈഡ് നമുക്ക് ഡയോഡ് റീഡിങ് കാര്യങ്ങളെല്ലാം സിഗ്നൽസ് ചെക്ക് ചെയ്ത് നോക്കാം. ലോ സൈഡിൽ IPMൻ്റെ ഗേറ്റിലേക്കുള്ള പൾസ് 6 പൾസും കറക്റ്റാണോ എന്ന് റീഡിങ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം കറക്റ്റ് റീഡിംഗ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന്, റീഡിങ്ങിൽ പ്രശ്നം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇല്ല, എല്ലാം കറക്റ്റ് തന്നെയാണ് കാണിക്കുന്നത്. എല്ലാ റീഡിങ്ങും നോർമലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ബൂസ്റ്റ് ആപ്പിൽ വരുന്ന ഡയോഡിൻ്റെ റീഡിങ് നോക്കാം. കപ്പാസിറ്ററിൻ്റെ അടുത്തുള്ള ആദ്യത്തതിൽ ഷോർട്ടാണ് കാണിക്കുന്നത്. അത് രണ്ട് സൈഡിലേക്ക് നമുക്ക് റീഡിങ് നോക്കാം. രണ്ട് സൈഡിലേക്കും അത് ഷോർട്ട് തന്നെയാണ് കാണിക്കുന്നത്. 0 റീഡിങ്. അടുത്ത ഡയോഡ് നോക്കാം. 655 കാണിക്കുന്നത്. ഇതിൻ്റെ അടുത്തത് 655 രണ്ടും നോർമലായിട്ട് കാണിക്കുന്നത്. ആദ്യത്തത് നമുക്ക് ഷോർട്ടായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് UVW ആയിട്ടുള്ള ഫേസിൻ്റെ കണ്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ബൂസ്റ്റർ ആപ്പ് ആയിട്ട് ആദ്യത്തെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തതിലും കിട്ടുന്നുണ്ട്. മൂന്നാമത്തതും
കിട്ടുന്നുണ്ട്. അതിനും മൂന്നിനും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ആ ഷോർട്ടുള്ള റീഡിങ് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ശേഷം ഡയോഡിനടുത്തുള്ള കപ്പാസിറ്റർ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇനിയും ഷോർട്ട് കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കപ്പാസിറ്റർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റീഡിങ് നോക്കാം. ഇപ്പോൾ അവിടെ ഷോർട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ കപ്പാസിറ്ററാണ് നമുക്ക് ഷോർട്ട്. ഇനി UVW ഫേസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 491 കാണിക്കുന്നത്. ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അടുത്തതിലും 491 തന്നെയാണ്. മൂന്നും ഇപ്പോൾ സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ റീഡിങ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. അത് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. മീറ്റർ നമുക്ക് കപ്പാസിറ്റർ മോഡിലേക്ക് മാറ്റിയിട്ട് അതിനടുത്തുള്ള ബൂസ്റ്റ് ആപ്പിൻ്റെ വാല്യൂസ് എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്റൻസ് 9.6 മൈക്രോഫാരഡാണ് കാണിക്കുന്നത്. രണ്ടും സെയിം വാല്യൂസാണ് കാണിക്കുന്നത്. അപ്പോൾ 10 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് ഇതിൽ വരുന്നത്. നമുക്കൊരു പുതിയത് 10 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അത് കറക്റ്റായിട്ടുണ്ടോ എന്ന്. ഇതിൻ്റെ വാല്യൂസ് 9.5 കറക്റ്റായിട്ടുണ്ട്. അത് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം ഇതിൽ. സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയോഡ് റീഡിങ്ങിൽ ഇട്ടിട്ട് അവിടുത്തെ റീഡിങ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ആണ് കാണിക്കുന്നത്. നോർമലായിട്ടുണ്ട് റീഡിങ്. ഡയോഡ് റീഡിങ് എല്ലാം കറക്റ്റാണ്. നമുക്ക് UVWൻ്റെ റീഡിങ്ങും കറക്റ്റായി ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം നോർമലായോ എന്നുള്ളത്. എല്ലാം ഇപ്പോൾ നോർമലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. മൂന്നും ഒരേപോലെ രണ്ട് സൈഡിലോട്ടും കറക്റ്റായിട്ടുള്ള റീഡിങ് കാണിക്കുന്നുണ്ട്. ഇനി ഹീറ്റ് സിങ്ക് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് നമുക്ക് ഓൺ ചെയ്യാൻ നോക്കാം. ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ നോക്കാം. എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. കംപ്രസർ, ഫാൻ മോട്ടർ എല്ലാം ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. കംപ്രസർ സ്റ്റാർട്ട് ആവുന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. P0 എന്ന എററായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അത് റെഡി ആയിക്കണമെന്നുള്ളത് നമുക്ക് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാതിരുന്നു. സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. ഫാന് സ്റ്റാർട്ട് ആവുന്നത് നോക്കാം. ഫാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഔട്ട്ഡോർ ഫാനിൻ്റെ ഇപ്പോൾ റിലേ പിടിച്ചിട്ടുണ്ട്. കംപ്രസർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു.
നമ്മുടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ആദ്യം P0 എന്നുള്ള എററായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ എറർ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ബോർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.